കശുവണ്ടി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട കേസാണ്. എന്താണ് സത്യത്തിൽ ആ കേസ്? യഥാർത്ഥത്തിൽ ആ ഒരു കേസ് കേരളത്തിലൊരു പുകമറ സൃഷ്ടിച്ച് വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് ഒരുപാട് പേരെ വേട്ടയാടിയിട്ടുണ്ട്, എന്നെ മാത്രമൊന്നുമല്ല. കേരളത്തിലൊരു പാർട്ടിക്ക് പരാതിയില്ല, ഒരു മുന്നണിക്ക് പരാതിയില്ല, ഒരു ട്രേഡ് യൂണിയന് പരാതിയില്ല, വേറെ ആർക്കും പരാതിയില്ല, ഉദ്യോഗസ്ഥന് പരാതി. ഒരേ ഒരു വ്യക്തി, കടകംപള്ളി മനോജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. രാഷ്ട്രീയ പകപോക്കലിന്റെ ഇരയാണ് താങ്കൾ എന്ന് വേണമെങ്കിൽ ഞാൻ മനസ്സിലേറ്റി നടക്കുന്ന വിശ്വസ്തരായ നേതാക്കന്മാർ. ഇറ്റ് വാസ് മൈ പ്രിവിലേജ്. എന്നെ നിയമിച്ച പാർട്ടി എൻ്റെ പേരിൽ ആരോപണം ഉണ്ടെങ്കിൽ അന്വേഷിക്കണം. ഇതാണ് എൻ്റെ സ്റ്റാൻഡ് ഇപ്പോഴും. ഏതെല്ലാം തരത്തിൽ പണമുണ്ടാക്കാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു. ഞാൻ ഇന്നും ഏറ്റവും വലിയ ബാധ്യതക്കാരനാണ്. പക്ഷെ ഞാൻ തലയെടുപ്പോടുകൂടിയേ നിൽക്കത്തുള്ളൂ. പിണറായി വിജയൻ സഖാവ് ആരോടും അങ്ങനെ അധികം ചിരിക്കാത്ത പിണറായി വിജയൻ സഖാവിന് ആർ ചന്ദ്രശേഖരനോട് എന്തുകൊണ്ടാണ് ഇത്ര വലിയൊരു അടുപ്പം? ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. വ്യക്തമായ ബോധ്യം ആർ ചന്ദ്രശേഖരനുണ്ട്. പാളയത്തിൽ പടയൊരുക്കിയത് INTUC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒരാളെ മാറ്റി. എന്നാൽ പിന്നെ ചന്ദ്രശേഖരനെതിരെ പണിഞ്ഞേക്കാമെന്ന് വിചാരിച്ചു. അതേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ കാര്യം. അന്ന് കഴിഞ്ഞ ദിവസം മനോരമയിൽ വന്ന ഒരു പേപ്പർ കട്ടിങ്ങാണ്. ചിരിച്ച മുഖത്തോടു കൂടി, അധികം ആരോടും ചിരിക്കാത്ത പിണറായി സഖാവ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അങ്ങയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് ചിരിക്കുന്ന ഒരു ചിത്രം. അതിൻ്റെ താഴെ ഒരു ക്യാപ്ഷനുണ്ട്. തിരുവനന്തപുരത്ത് നടന്ന ലേബർ കോൺക്ലേവിൽ വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം INTUC സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ. കശുവണ്ടി വികസന കോർപ്പറേഷൻ സംസ്ഥാന സർക്കാർ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നു. വികസന കോർപ്പറേഷൻ ചെയർമാനായിരുന്ന ചന്ദ്രശേഖരൻ ഉൾപ്പെട്ട അഴിമതി കേസിൽ സംസ്ഥാന സർക്കാർ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നു എന്ന ആരോപണം നിലനിൽക്കുന്നതിനിടെയാണ് ഇരുവരുടെയും കൂടിക്കാഴ്ച. ചിത്രം മനോജ് ചേമഞ്ചേരി, മനോരമയിൽ വന്ന വാർത്തയാണ്. അല്ല, മലയാള മനോരമ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പത്രങ്ങളിലൊന്നാണ്. മനോരമ കഴിഞ്ഞ 12-13 വർഷമായിട്ട് ഇത് നിരന്തരമായിട്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് അത് ഒരു സുഖമുള്ള കാര്യം. സ്വാഭാവികമായിട്ട് ആർ ചന്ദ്രശേഖരൻ INTUC സംസ്ഥാന അധ്യക്ഷൻ എന്ന പേര് കേൾക്കുമ്പോൾ ആളുകൾക്ക് മനസ്സിലേക്ക് ഓടി വരുന്നത് കാഷ്യൂ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട അഴിമതി കേസാണ്, കശുവണ്ടി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട കേസാണ്. എന്താണ് സത്യത്തിൽ ആ കേസ്? യഥാർത്ഥത്തിൽ ആ ഒരു കേസ് കേരളത്തിലൊരു പുകമറ സൃഷ്ടിച്ച് വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഞാൻ ആ കശുവണ്ടി വികസന കോർപ്പറേഷനിൽ 2012 മുതൽ 15 വരെയുള്ള കാലഘട്ടത്തിൽ ഏതാണ്ട് ഒരു 3.5 വർഷത്തിനകത്താണ് ഞാൻ അവിടെ ചെയർമാനായിട്ടിരുന്നിട്ടുള്ളത്. 3.5 വർഷം. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഒരു അന്വേഷണത്തിന് CBIക്ക് കൊടുക്കുന്ന ഉത്തരവ് 10 വർഷത്തെ കാര്യങ്ങൾ അന്വേഷിക്കാനാണ്. അതിൽ 5 വർഷം ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ഭരണത്തിലാണ്. അതിന് ഒരു ചെയർമാൻ ഉണ്ടായിരുന്നു, സഖാവ് E കാസിം. 3.5 വർഷക്കാലം ഞാനിരിക്കുമ്പോൾ എൻ്റെ പേര് മാത്രം പരാമർശിച്ചുകൊണ്ട് ചില പത്രങ്ങൾ ഈ കേസിൽ ആർ ചന്ദ്രശേഖരനാണ് പ്രധാനപ്പെട്ട ആളെന്ന് വരുത്താനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ്. അതിലെനിക്കൊന്നും ചെയ്യാനില്ല. നമുക്കൊരു അങ്ങനെ പ്രതികരിക്കാനില്ലല്ലോ. പക്ഷെ ഞാൻ ഈ പറയുന്നത് ആ 3.5 വർഷക്കാലം ഞാൻ ആധികാരികമായിട്ട് തന്നെ റെക്കോർഡ് ചെയ്യുന്ന ഒരു വർത്തമാനമല്ലേ. ഞാൻ പറയുന്നത് 3.5 വർഷക്കാലം 1 ടൺ തോട്ടണ്ടി പോലും വിദേശത്തുനിന്ന് ഇറക്കുമതി ചെയ്തിട്ടില്ല. എന്നാൽ മാധ്യമങ്ങൾ കൊടുക്കുന്നതോ കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ ആർ ചന്ദ്രശേഖരൻ പ്രതിയായ കേസെന്ന് മാത്രമാണ്. അപ്പം എന്നെ ആർക്കോ ബ്രാൻഡ് ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട്. അത് ചെയ്തോട്ടെ. നമുക്കൊരു പൊതുരംഗത്ത് വരുന്ന, ഇപ്പം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, നമ്മളെല്ലാം ബഹുമാനിക്കുന്ന K കരുണാകരൻ്റെ മരണം സംഭവിക്കുന്ന ഡിസംബർ മാസം 23-ന് അതിൻ്റെ തലേ ദിവസവും അന്നത്തെ ഒരു മുഖ്യമന്ത്രിയായിരുന്ന ഒരാൾ സുപ്രീം കോടതിയിൽ പോയൊരു കേസിന് വിധി കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കിയ കേരള രാഷ്ട്രീയം അങ്ങനെയാണ്. അപ്പോൾ അത് ഒരുപാട് പേരെ വേട്ടയാടിയിട്ടുണ്ട്, എന്നെ മാത്രമൊന്നുമല്ല. പക്ഷേ എന്നെ ഇപ്പോഴും വേട്ടയാടുന്നത് ഒരേ ഒരു ആളിൻ്റെ പരാതിയിലാണ്. കേരളത്തിലൊരു പാർട്ടിക്ക് പരാതിയില്ല, ഒരു മുന്നണിക്ക് പരാതിയില്ല, ഒരു ട്രേഡ് യൂണിയന് പരാതിയില്ല, വേറെ ആർക്കും പരാതിയില്ല, ഉദ്യോഗസ്ഥന് പരാതിയില്ല. ഒരേ ഒരു വ്യക്തി, അദ്ദേഹം കൊല്ലം ജില്ലയിലുള്ള ഒരു വ്യക്തി മാത്രമാണ് ഈ പരാതി കൊടുക്കുന്നത്. എന്താണ് ഇത് പരാതിയുടെ കാരണമെന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയൂ, എനിക്കറിയത്തില്ല. ഞാൻ ഇതിനകത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല. കടകംപള്ളി മനോജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പരാതിക്കാരൻ, വിവരാവകാശ പ്രവർത്തകൻ എന്നാണ് മാധ്യമം. അതെനിക്കറിയില്ല, അങ്ങനെയാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ബ്രാൻഡ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞാൻ എൻ്റെ ചെറിയ അറിവ് വെച്ച് കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ ഒരു സ്ഥാപനത്തിനെതിരെ അദ്ദേഹം ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. ആകെ K സുരേഷ് ബാബു എന്ന് പറഞ്ഞ ഒരു ജില്ലാ പ്രസിഡൻ്റായി 18 വർഷം കൊല്ലത്തിരുന്ന ഒരു ദേഹത്തിന് INTUCയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന VP മരക്കാറും അന്നത്തെ KPCC പ്രസിഡന്റ് വയലാർ രവിയും അന്നത്തെ INTUC സംസ്ഥാന ഖജാൻജി ആയിരുന്ന AC ജോസും കൂടി
അയാളെ നീക്കം ചെയ്യുന്നു. കാരണം സംസ്ഥാന കമ്മിറ്റി പറയുന്നൊന്നും അയാൾ ചെയ്യത്തില്ല. അങ്ങനെ അദ്ദേഹം വെള്ളൂരിൽ വന്ന് എൻ്റെ ക്വാർട്ടേഴ്സിൽ വന്ന്, ഞാൻ കൊല്ലം ജില്ലക്കാരനാണല്ലോ, എൻ്റെ ക്വാർട്ടേഴ്സ് കണ്ടുപിടിച്ച് എൻ്റെ വെള്ളൂരിൽ വന്ന്, ഞാനന്ന് INTC യുവജന വിഭാഗത്തിൻ്റെ ദേശീയ അധ്യക്ഷനാണ്, എൻ്റെ അടുത്ത് വന്ന് കാല് പിടിച്ച് അപേക്ഷിച്ചിട്ടാണ് ഞാനതിൽ അവിചാരിതമായി ബന്ധപ്പെടുകയാണ്. ഞാൻ സഞ്ജീവ് റെഡ്ഡി അഖിലേന്ത്യാ പ്രസിഡൻ്റായി, രാമാനുജം മാറി സഞ്ജീവ് റെഡ്ഡി പ്രസിഡൻ്റാകുന്ന സന്ദർഭത്തിലാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, ഇത് എൻ്റെ ജില്ലയാണ്, ആ ജില്ലയിൽ ഒരു ജില്ലാ കമ്മിറ്റി മാറ്റിയപ്പോൾ VP മരക്കാർ എന്നോടൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഞാനൊരു കാര്യത്തിൽ ഇടപെടാം. നാളെ ആര് പറയുന്നൊരു കാര്യത്തിൽ ഞാൻ ഇടപെടുകയാണെങ്കിൽ അത് ഞാൻ സത്യസന്ധമായി ഇടപെടും. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് സഞ്ജീവ് റെഡ്ഡിയുടെ അറ്റൻഷൻ ഞാൻ ഇതിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിനെ ഒന്ന് വിളിച്ച് വരുത്ത്, ഒരു ടെലഗ്രാം VP മരക്കാർക്ക് കൊടുത്തു സഞ്ജീവ് റെഡ്ഡി. അന്ന് ടെലഗ്രാമൊക്കെ ഉള്ളൂ, ഇന്നത്തെ പോലെ വേറെ സൗകര്യങ്ങളൊന്നുമില്ല. ഇന്നാണ് വാട്സപ്പും മെസ്സേജും ഒക്കെ കൊടുക്കാം. ടെലഗ്രാം കൊടുത്തത് VP മരക്കാറിൻ്റെ കർമ്മദോഷം കൊണ്ട് അദ്ദേഹം അത് വലിയ ഗൗരവമായിട്ട് എടുത്തില്ല. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് ഞാൻ ഡൽഹി ചെന്നപ്പോൾ സഞ്ജീവ് റെഡ്ഡി എന്നോട് ചോദിച്ചു, വാട്ട് ഹാപ്പൻ ടു യുവർ ഡിസ്ട്രിക്ട് കമ്മിറ്റി? ഞാൻ പറഞ്ഞു, നോ, സോ ഫാർ നത്തിങ് ഈസ് ഡൺ. ഈസ് ഇറ്റ്? ഞാൻ അഖിലേന്ത്യാ പ്രസിഡന്റ്, ഞാനൊരു നിർദ്ദേശം കൊടുത്തിട്ട് ചെയ്തില്ലേ? എന്നാൽ പിന്നെ ഐ ആം ഗോയിങ് ടു റിമൂവ് ഹിം. ആരെയാ? സംസ്ഥാന പ്രസിഡന്റിനെ റിമൂവ് ചെയ്യാൻ പോവാണ്. ഇങ്ങനെയുള്ള ചർച്ചകളുടെ ഭാഗമായിട്ട് ഞാനിത് ഏറ്റെടുക്കണമെന്ന് അന്നേ അദ്ദേഹം പറഞ്ഞതാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ആദരണീയനായ K. കരുണാകരൻ സർവ്വസന്നാഹവുമുള്ള ആൾ ജീവിച്ചിരിക്കുമ്പം കേരള സംസ്ഥാന INTCയുടെ പ്രസിഡന്റ് ആരാകണമെന്ന് അദ്ദേഹത്തിന് അഭിപ്രായം ഉണ്ടാവും. അപ്പം ഞാൻ സഞ്ജീവ് റെഡ്ഡിയുടെ ഉത്തരവ് വാങ്ങിച്ചുകൊണ്ട് വരാൻ പാടില്ലാത്ത ഒരാളാണ്. ഞാൻ പറഞ്ഞു, ഞാനില്ല, എനിക്കന്ന് വെള്ളൂർ ന്യൂസ് പ്രിൻ്റ് ഫാക്ടറിയിൽ 19-20 കേസുണ്ട്, 107 കേസുണ്ട്, ഞാൻ വല്ലാതെ പ്രതിസന്ധിക്കുന്ന സന്ദർഭം. ഞാൻ പറഞ്ഞു, ഞാനില്ല. അങ്ങനെ ഞാൻ പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്, സംസ്ഥാന INTCയുടെ വൈസ് പ്രസിഡന്റുമാരിൽ ഒരാൾ കൂടിയായ സുരേഷ് ബാബുവിനെ ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്കിയാട്ട്, ഓക്കെ, അദ്ദേഹത്തിനോട് വരാൻ പറയുന്നു. അദ്ദേഹം ഡൽഹി വന്ന് INTC ആഫീസിൽ കൊണ്ടുപോയി. അദ്ദേഹം സഞ്ജീവ് റെഡ്ഡിയുടെ മുമ്പിൽ ഞാനും അദ്ദേഹം കൂടി ആദ്യമായിട്ട് INTC ആഫീസിൽ ചെന്ന് കാണുകയാണ്. അദ്ദേഹം ആദ്യമായിട്ട് വരികയാണ്. അപ്പോൾ സഞ്ജീവ് റെഡ്ഡി സ്വാഭാവികമായിട്ടും ആൾ ഇന്ത്യ INTC പ്രസിഡന്റ്, കർമ്മധീരനായിരുന്നു, ശക്തനായിരുന്നു. ചെറുപ്പം മുതൽ സൈക്കിൾ ചവിട്ടി നടന്ന് യുദ്ധം ചെയ്ത് ജയിച്ചു വന്ന ഒരാളാണ്. ആന്ധ്രയിലെ മന്ത്രിയായിരുന്നു, 3 പ്രാവശ്യം MLA ആയിരുന്നു, രാജ്യസഭ MP ആയിരുന്നു. അപ്പോൾ സഞ്ജീവ് റെഡ്ഡി ഇയാളുടെ ചില ചോദ്യങ്ങൾ ചോദിച്ചു. ഒരക്ഷരം പോലും മറുപടി പറയാൻ, എസും നോയും പോലും പറയാൻ കഴിയാതിരുന്നപ്പോൾ സഞ്ജീവ് റെഡ്ഡി പറഞ്ഞു, പറ്റത്തില്ല, ഇയാളെ ഒന്നും വെക്കാൻ പറ്റില്ല. സി, വാട്ട് ഡു യു തിങ്ക് അബൌട്ട് കേരള INTC, വെയർ ദി CIT ഈസ് വെരി സ്ട്രോങ്, CPM ഈസ് വെരി സ്ട്രോങ്, AITUC ഈസ് വെരി സ്ട്രോങ്, വാട്ട് ഡു യു തിങ്ക് അബൌട്ട് INTC? ചന്ദ്രശേഖരൻ എന്നെ ശകാരിച്ച ആളാണ്. പക്ഷെ ഞാൻ നിർബന്ധിച്ച്, അന്ന് ലീഡർ ഡൽഹിയിലുള്ളപ്പോൾ ഞാൻ അദ്ദേഹത്തെ പോയി കണ്ട്, ഞങ്ങൾ രണ്ടുപേരുടെ പോയി കണ്ട്. അപ്പോൾ അങ്ങനെ അന്നും K. കരുണാകരൻ മരിച്ചുപോയി, VP മരക്കാറും മരിച്ചുപോയി. പക്ഷേ ഞാൻ ആദ്യമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യുകയാണ്, ഈ ഞങ്ങൾ 3 പേരോടെ ചെന്ന് കാണും, സഞ്ജീവ് റെഡ്ഡി, ഞാനും സുരേഷ് ബാബുവും കൂടി നയൻ കൃഷ്ണമേനോൻ മാർഗിൽ K. കരുണാകരൻ്റെ ഡൽഹിയിലെ വസതി കാണുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം സഞ്ജീവ് റെഡ്ഡി വിശദീകരിച്ച് കഴിഞ്ഞപ്പോൾ K. കരുണാകരൻ ആദ്യം പറഞ്ഞ വാക്ക് ഒരു കാലത്തും ഞാൻ മറക്കത്തില്ല, ഒരിക്കലും മാറി പറയത്തില്ല. ഐ ഫുള്ളി അഗ്രി വിത്ത് യു റെഡ്ഡി, കേരള INTC ഈസ് നോട്ട് ഫങ്ഷനിങ് പ്രോപ്പർലി, ഐ നോ ദാറ്റ്, ബട്ട് ബീയിങ് ദി ഫൗണ്ടർ ലീഡർ ഓഫ് INTC, ഐ എം ടെല്ലിങ് യു, ഡോണ്ട് ചേഞ്ച് മരക്കാറെ മാറ്റരുത്. ഇവർക്ക് 2 പേർക്കും ഇതുപോലുള്ളവർക്ക് കുറച്ചുകൂടി അധികാരം കൊടുത്താൽ മതി എന്നൊരു വാക്കാണ് സ്വർഗസ്ഥനായി നിൽക്കുന്ന K. കരുണാകരൻ പറഞ്ഞത്. സഞ്ജീവ് റെഡ്ഡിയുടെ സ്വഭാവം എനിക്കറിയാം. അദ്ദേഹം പെട്ടെന്ന് K. കരുണാകരൻ പറഞ്ഞു, നോ സാർ, ഐ വാണ്ട് എ ചേഞ്ച് ഇൻ കേരള. ബിക്കോസ് സഞ്ജീവ് റെഡ്ഡി പ്രസിഡൻ്റായിട്ട് പറഞ്ഞ ഒരു കാര്യം മരക്കാർ ചെയ്തില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള വിഷയം. അതിനേക്കാൾ ഉപരി കേന്ദ്ര ഗവൺമെൻറ് നടത്തിയ വെരിഫിക്കേഷനിൽ കേരളം താറുമാറായി പോയി. 5ാം സ്ഥാനത്ത് VP മരക്കാർ ഉള്ളപ്പോഴെത്തി. അതുകൊണ്ട് മരക്കാരുടെ കമ്മിറ്റി പിരിച്ചു വിട്ടു. 12 വർഷക്കാലം സുരേഷ് ബാബു പ്രസിഡൻ്റായി. 12 വർഷത്തിനിടയ്ക്ക് വെരിഫിക്കേഷൻ വന്നു, കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്ന വെരിഫിക്കേഷൻ. അതിൽ ഈ മരക്കാർ നടത്തിയതുപോലെ 5ാം സ്ഥാനത്ത് കേരളത്തിൽ. 1ാം സ്ഥാനം CITU, 2ാം സ്ഥാനം AITUC, 3ാം സ്ഥാനം HMS, 4ാം സ്ഥാനം BMS, 5ാം സ്ഥാനം INTC. അങ്ങനെ പോകേണ്ട ഒരു സംഘടനയാണോ? അതുകൊണ്ട് സുരേഷ് ബാബുവിനെ 12 വർഷം കഴിഞ്ഞ് മാറ്റി. സുരേഷ് ബാബുവിനെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റിയത് തിരിച്ച് വെച്ച് ജില്ലാ പ്രസിഡൻ്റാക്കാൻ പോയ ഞാൻ അയാളെ സംസ്ഥാന പ്രസിഡൻ്റാക്കി എന്നുള്ളതാണ് ഞാൻ ചെയ്തൊരു അപരാധം. അയാളെ മാറ്റിയതിനാണ് ഈ പറഞ്ഞ അദ്ദേഹം എനിക്കെതിരെ പരാതികൾ കൊടുക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് മാറ്റാൻ പോയി അയാളെ സംസ്ഥാന അധ്യക്ഷനാക്കി കൊണ്ടുവന്നു. പിന്നീട് 12 വർഷം, 1 വർഷം 2 വർഷമൊന്നുമല്ല. മാറ്റാനുള്ള കാരണം കേന്ദ്ര വെരിഫിക്കേഷൻ നടക്കുന്നു. അടിസ്ഥാനപരമായ ചില കാര്യങ്ങളാണ്. കേന്ദ്ര വെരിഫിക്കേഷൻ നടക്കുന്നു. കേരളത്തിലെ VP മരക്കാറുള്ളപ്പോൾ ആകെ വെരിഫൈ ചെയ്ത മെമ്പർഷിപ്പ് 62,000.
സുരേഷ് ബാബു 12 വർഷം ഇരുന്നിട്ട്, ഞങ്ങളടക്കം എല്ലാവരും ഉണ്ടായിരുന്നു. ആ കമ്മിറ്റി 12 വർഷം ഇരുന്നിട്ട് വെരിഫിക്കേഷൻ വന്നപ്പം 73,000, 10,000 മെമ്പർഷിപ്പ് കൂടി. ഇന്ന് കേരള INTC-ക്ക് 17 ലക്ഷം മെമ്പർഷിപ്പ് ഉണ്ട്. അത് വീണ്ടും വീണ്ടും കോടതി കയറി അവിടെ ഇവിടെയൊക്കെ കൊടുത്ത് ഒരുപാട് ശല്യങ്ങൾ ചെയ്യുന്നുണ്ട് പല ആളുകളും. എന്ന് പറഞ്ഞാൽ ഇത് പ്രവർത്തിക്കാതിരിക്കുന്നതാണ് പല ആളുകൾക്കും ഇഷ്ടം. INTC ബ്രാൻഡ് ചെയ്ത് നടക്കണം, പക്ഷെ ഒരു വർക്കും ചെയ്യരുത്. അതൊന്നും ഞാൻ സമ്മതിക്കുന്നില്ല. ഈ രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഇരയാണ് താങ്കൾ എന്ന് വേണമെങ്കിൽ പറയാം ഈ കേസിൽ. അയ്യോ, അത് ഇങ്ങനെ ഒരു പെറ്റീഷൻ കൊടുക്കുന്നതിനെ കുറിച്ച് അങ്ങനൊന്നും എനിക്ക് പറയാൻ. പക്ഷെ അത് വലിയ രീതിയിൽ അങ്ങനെ ബാധിച്ചിട്ടില്ലേ? അല്ല, ഇത് സ്വാഭാവികം, ഇതുകൊണ്ടൊന്നും അല്ലല്ലോ. ഇത് ഞാൻ മനസ്സിലേറ്റി നടക്കുന്ന വിശ്വസ്തരായ നേതാക്കന്മാർ ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ വരുമ്പോൾ ആ അവസരങ്ങളിൽ INTC എന്ന് പറഞ്ഞ തൊഴിലാളി സംഘടനയ്ക്ക് എത്രമാത്രം വോട്ട് ബാങ്ക് ഉണ്ട്, അതിൻ്റെ വോട്ട് ഷെയർ എന്തുണ്ട് എന്ന് കൃത്യമായി കണക്കാക്കേണ്ടുന്ന ആളുകൾ അത് കണ്ടില്ലെന്നടിച്ച് മാത്രമല്ല, ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെയുള്ള സാധനങ്ങളിൽ വരാൻ പാടില്ലാത്തവരെ കൊണ്ടുവന്ന് നിർത്തി ജയിപ്പിക്കുന്നത് നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു പരാതിയില്ല, ആരോടും പരാതിയില്ല. MKK നായർ എന്ന് പറഞ്ഞ ഒരു CMD, അതിൻ്റെ സ്ഥാപക CMD ആയിരുന്നു FACT-യുടെ. അദ്ദേഹം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രഗത്ഭനായ ഒരു മാനേജ്മെൻറ്റ് വിദഗ്ധനായിരുന്നു. അദ്ദേഹം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഏറ്റവും അടുത്ത ഒരാളായിരുന്നു. FACT പോലെ കർഷകർക്ക് വളം നിർമ്മാണം, ഉൽപ്പാദനം കൂട്ടാൻ, ജനം കൂടി വരുന്നതനുസരിച്ച് ഉൽപ്പാദനം കൂട്ടാനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ മദർ കമ്പനിയാണ് FACT. ഓർമ്മയുണ്ടല്ലോ? ആ FACT-യുടെ സ്ഥാപക CMD എന്ത് വിശാലമായ ഭാവനയായിരുന്നു. ആ മനുഷ്യനെ ഇതുപോലെ ചില ആളുകൾ പെറ്റീഷൻ കൊടുത്തും കേസിൽപ്പെടുത്തിയും അവസാനം അദ്ദേഹം ഒരു പുസ്തകം എഴുതി, ആരോടും പരിഭവമില്ലാതെ. അതാണ് എനിക്ക് കോട്ട് ചെയ്യാനുള്ള ഒരു കാര്യം. ഒരു പരാതിയില്ല. പക്ഷേ സത്യത്തിൽ വിശ്വസിക്കുന്നുണ്ട് ഞാൻ 100% സത്യത്തിൽ. ഞാൻ ഒരാളിനോട് അനാവശ്യമായി പൈസ പിരിക്കാൻ പോകാറില്ല. ഞാനൊരാളിനോട് അനാവശ്യമായി ഒരു രൂപയുടെ അവിഹിതമായി കൈപ്പറ്റാൻ പോകാറില്ല. എനിക്കിഷ്ടമല്ല. അതെൻ്റെ ഒരു സ്റ്റൈലാണ്. എന്നോട് അടുത്ത് നിൽക്കുന്നവർക്കൊക്കെ അറിയാം. പിന്നെ ഞാൻ നടക്കുന്ന ഭാവവും നടക്കുന്ന രീതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് എൻ്റെ കുടുംബത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഞാൻ അങ്ങനെ നടക്കും, നാളെയും നടക്കും. എന്തെല്ലാം പ്രാരാബ്ദങ്ങൾ വന്നാലും ഞാൻ അങ്ങനെ പോവുള്ളൂ. അതിൽ ഒരു കുറ്റബോധവും തോന്നുന്നില്ല. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതെല്ലാം തരത്തിൽ പണമുണ്ടാക്കാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു. ഞാൻ ഇന്നും ഏറ്റവും വലിയ ബാധ്യതക്കാരനാണ് നിൽക്കുന്നത്. പക്ഷേ ഞാൻ തലയെടുപ്പോടു കൂടിയേ നിൽക്കത്തുള്ളൂ. അത് എൻ്റെ ഒരു ശൈലി അങ്ങനെയാണ്. ഇനി ആ ചിത്രത്തിലേക്ക് ഞാനൊന്ന് മടങ്ങി വന്നോട്ടെ. പിണറായി വിജയൻ സഖാവ് ആരോടും അങ്ങനെ അധികം ചിരിക്കാത്ത പിണറായി വിജയൻ സഖാവിന് R ചന്ദ്രശേഖരനോട് എന്തുകൊണ്ടാണ് ഇത്ര വലിയൊരു അടുപ്പം? ആ ചിത്രം കണ്ടുകൊണ്ട് മാത്രം ഞാൻ ചോദിക്കുക. അല്ല, ഇതിനകത്ത് ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നൊരു ചൊല്ലുണ്ട് മലയാളത്തിൽ. അത് ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലും. അങ്ങനെ UDF നേതാക്കന്മാരെക്കാൾ കൂടുതൽ അടുപ്പം അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രവർത്തകനാണെന്ന് അങ്ങേയറ്റം ആകാശത്ത് എവറസ്റ്റിൻ്റെ മുകളിൽ കയറി എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ മരണം വരെ ഈ പാർട്ടി മാറത്തുമില്ല. ഈ പാർട്ടിയിൽ ആരും ഇല്ലെങ്കിലും ഞാൻ കാണും. അങ്ങനെ പ്രതിജ്ഞ എടുത്ത് നിൽക്കുന്ന ഒരാളാണെന്ന് എൻ്റെ നേതാക്കന്മാർക്ക് എല്ലാവർക്കും തന്നെ അറിയാം. ഞാൻ ആരുടെയും അങ്ങനെ മുമ്പിൽ പോയി യാചിച്ചിരിക്കുന്ന ആളല്ല. അദ്ദേഹത്തിന് എന്നോടുള്ള സ്നേഹം ഒരു ട്രേഡ് യൂണിയൻ ഐക്യത്തിൻ്റെ വക്താവ്, കേരള സംസ്ഥാന കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ CPM-ന് ഏറ്റവും പ്രധാനപ്പെട്ട സംഘടന CITU ആണ്. കോൺഗ്രസ്സിന് INTC എങ്ങനെയാണ് കാണുന്നതെന്ന് എനിക്ക് ഇപ്പോഴും ശരിക്കും മനസ്സിലായിട്ടില്ല. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ പലപ്പോഴും കാണേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ ആ ബന്ധമല്ലാത്ത ഒരു ബന്ധവും അദ്ദേഹമായിട്ടില്ല. ഞാൻ ബഹുമാനം കൊടുത്ത് ബഹുമാനം വാങ്ങുന്ന ആളാണ്. അദ്ദേഹത്തിന് എനിക്കൊരു അസുഖം വന്ന് തിരുവനന്തപുരത്ത് ഞങ്ങൾ ഒന്നിച്ചൊരു വേദിയിലുണ്ടായിരുന്നതാണ്. പത്തനാപുരം ഗാന്ധി ഭവൻ്റെ ഒരു അവാർഡ് ദാന ചടങ്ങിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു. തൊട്ടടുത്ത് ഞാനിരിപ്പുണ്ട്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇരിപ്പുണ്ട്. ആ ഫോട്ടോ ഒന്നും ആരും കാണുന്നില്ലല്ലോ. എല്ലാവരും ഞങ്ങൾ പങ്കെടുത്തൊരു യോഗത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് എനിക്കൊരു അസുഖം വരുന്നത്. എൻ്റെ മകൻ എൻ്റെ കൂടെ രാഹുൽ ഉണ്ടായിരുന്നു, ചന്തു ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടതാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞിട്ട് അദ്ദേഹം ഹോസ്പിറ്റലിൽ വിളിക്കുന്നു, VD സതീശൻ വിളിക്കുന്നു, KC വേണുഗോപാലൻ നിരന്തരം വിളിക്കുന്നു, രമേശ് ചെന്നിത്തല ആസ്ട്രേലിയയിലായിട്ട് പോലും വിളിക്കുന്നു. അവിടെ എല്ലാം സഹായം കിട്ടുന്നത് ഞാൻ ഈ ബോധമില്ലാതെ കിടന്ന് ഞാൻ എങ്ങനെ അറിയാനാണ്? അപ്പോൾ എന്നോട് കാണിക്കുന്ന കാരുണ്യം, ആ കാരുണ്യത്തിൻ്റെ ഒരു 1000-ലൊരു അംശം പോലും ഞാൻ സ്നേഹത്തോടെയെങ്കിലും പെരുമാറണ്ടേ? അതിലെന്താ തെറ്റുള്ളത്? ഒരു തെറ്റുമില്ല. അപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരള മുഖ്യമന്ത്രി ചന്ദ്രശേഖരനോടൊന്ന് ചിരിച്ചു പോയാൽ, അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തൊന്ന് പോയി കണ്ടുപോയാൽ തീരുന്നതാണോ എൻ്റെ രാഷ്ട്രീയം? അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഞാൻ ചെന്ന് കണ്ടാൽ എൻ്റെ രാഷ്ട്രീയമായിട്ട് മാറുമോ? അല്ലെങ്കിൽ അദ്ദേഹം എന്നിലേക്ക് ആകർഷിക്കപ്പെടുമോ? ഞാൻ അദ്ദേഹത്തിലേക്ക് ആകർഷിക്കപ്പെടുമോ?
അദ്ദേഹം ഞാൻ കാണുന്ന ഒരു ശക്തനായ ഭരണാധികാരി എന്നുള്ള നിലയിലുള്ള ഒരു INTUC പ്രവർത്തകൻ എന്നുള്ള ബന്ധം മാത്രമേ ഞങ്ങൾ സൂക്ഷിക്കാറുള്ളൂ. അദ്ദേഹത്തിൻ്റെ 9.5 വർഷത്തെ ഭരണത്തെ എങ്ങനെയാണ് ഭരണത്തിൽ ഒരുപാട് പാളിച്ചകളുണ്ട്. അത് ഞാൻ അദ്ദേഹത്തോട് തന്നെ പറയുന്നതാണ്. ഞാൻ കൊടുത്തിട്ടുള്ള കത്തുകളൊക്കെ ഒരു ഡോക്യുമെൻ്റായിട്ട് വേണമെങ്കിൽ പാർട്ടിക്കോ അല്ലെങ്കിൽ ആർക്കോ കൊടുക്കാൻ തയ്യാറാണ്. ഈ കേരളത്തിലെ ഓരോ ഗവൺമെൻറ് നടപടികളുടെയും പോരായ്മകൾ ചൂണ്ടിക്കാണിച്ച് അതിനെതിരെ ജില്ലാ കേന്ദ്രങ്ങളിൽ, താലൂക്ക് റീജിയണൽ കേന്ദ്രങ്ങളിൽ സമരം നടത്തിയിട്ടുള്ള ഏറ്റവും കൂടുതൽ സമരം നടത്തിയ സംഘടന കേരള INTUC ആണ്. പക്ഷെ അതൊന്നും ആരും കണ്ടിട്ടേയില്ല. ഒരിക്കൽ ആദ്യത്തെ പിണറായി സർക്കാരിൻ്റെ സമയത്ത് INTUC 144 റീജിയണൽ കമ്മിറ്റികൾ, ഞങ്ങളുടെ റീജിയണൽ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു നിയോജകമണ്ഡലമാണ്, പാർട്ടിയുടെ ബ്ലോക്ക് പോലല്ല, അവിടെ പന്തം കൊളുത്തി പ്രകടനം നടത്തി 19 പന്തം, വലിയ പന്തം കത്തിച്ച് ആ 19 പന്തം ഓരോ മന്ത്രിമാരുടെ പേര് പറഞ്ഞുകൊണ്ട് തല്ലിക്കെടുത്തുന്ന ഒരു സമരമുറ. നിങ്ങൾ എനിക്ക് എങ്ങനെ മനസ്സിലാവുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത്രമാത്രം ഭീകരമായ ഒരു സമരം നടത്തിയ സംഘടനയാണ് INTUC. ഇതൊന്നും ആരും കാണുന്നില്ല. തൊഴിലാളി എന്നൊരു വാക്ക് പറയാൻ ചില മാധ്യമങ്ങൾക്ക് പ്രയാസമാണ്. തൊഴിലാളി എന്നൊരു വാക്ക് പ്രയോഗിക്കാൻ ചില പാർട്ടി നേതാക്കന്മാർക്ക് മനസ്സ് വരുന്നില്ല. ഇതെൻ്റെ കുറ്റമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനോട് ഞാൻ കാണിക്കുന്ന സ്നേഹവും ബഹുമാനവും ഒരിക്കലും ഞാൻ എൻ്റെ പാർട്ടിയെ, എൻ്റെ പ്രത്യയശാസ്ത്രത്തെ, എൻ്റെ വിശ്വാസങ്ങളെ ഹനിക്കാൻ വേണ്ടിയോ വെള്ളം ചേർക്കാൻ വേണ്ടിയോ ഉള്ളതല്ല. അതെല്ലാം തികച്ചും പേഴ്സണലാണ്, പൊളിറ്റിക്കൽ അല്ല, വ്യക്തിപരമായ കാര്യമാണ്. പൊളിറ്റിക്കൽ അല്ല, ഒരിക്കലുമല്ല. പൊളിറ്റിക്കലി പിണറായി വിജയനെതിരെ തന്നെയാണ്. പൊളിറ്റിക്കലി ഞാനാണിപ്പോൾ ഏറ്റവും അവസാനം തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഏറ്റവും വലിയൊരു സമരം അത് ഉദ്ഘാടനം ചെയ്ത പ്രതിപക്ഷ നേതാവാണ്. അതിൽ പങ്കെടുത്തത് സണ്ണി ജോസഫ് KPC പ്രസിഡൻ്റാണ്. അവർ തന്നെ അത്ഭുതത്തോടെയാണ് ആ സമരത്തെ കണ്ടത്. അപ്പോൾ ഇതൊക്കെ അവിടെ വന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ആരെങ്കിലും ഇങ്ങനെ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ പാർട്ടി മറുപടി പറയേണ്ടതാണ്. പാർട്ടി ഇത്തരം ആളുകൾക്കെതിരെ, എനിക്കെതിരെയുള്ള ഈ KPCC പ്രസിഡന്റുമാർ വന്നവരോടെല്ലാം ഞാൻ രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാർട്ടി ഒരാളിനെ ഒരു സ്ഥാനത്തേക്ക് നിയോഗിച്ചാൽ ആ ആളിനെക്കുറിച്ചൊരു ആരോപണം വന്നാൽ അത് പാർട്ടിയാണ് ആദ്യം അന്വേഷിക്കണമെന്ന് എഴുതി കൊടുക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ ആരും അന്വേഷിച്ചില്ല. അവസാനം 3 KPC പ്രസിഡന്റുമാർ മാറിയിട്ടാണ് രമേശ് ചെന്നിത്തല K. സുധാകരൻ വരുന്നത്. K. സുധാകരനോട് ഞാൻ കത്ത് കൊടുത്തു. വീണ്ടും അദ്ദേഹം ചോദിച്ചാൽ ആരെ അന്വേഷിക്കണ്ടേ? ഞാൻ പറഞ്ഞു ആരെ വേണമെങ്കിലും വെച്ചുകൊണ്ടാട്ടെ. അപ്പോൾ അദ്ദേഹം മാത്യു കുഴൽനാടൻ എന്ന് പറഞ്ഞ സുപ്രീം കോടതിയിൽ വരെ പോകുന്ന ലോയറായിട്ടുള്ള അഡ്വക്കേറ്റായിട്ടുള്ള അദ്ദേഹത്തിനെ ചുമതലപ്പെടുത്തി. അദ്ദേഹം 5-8 മാസം ഇതൊന്നും ചെയ്തില്ല, മറന്നുപോയി. പിന്നെ ഞാൻ പോയി ചോദിച്ചു എന്തായി അന്വേഷണം? പാർട്ടിയുടെ അന്വേഷണം നടക്കണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമാണ്. ഇറ്റ് വാസ് മൈ പ്രിവിലേജ്. എന്നെ നിയമിച്ച പാർട്ടി എൻ്റെ പേരിൽ ആരോപണം ഉണ്ടെങ്കിൽ അന്വേഷിക്കണം. ഇതാണ് എൻ്റെ സ്റ്റാൻഡ് ഇപ്പോഴും. അപ്പോൾ അത് കഴിഞ്ഞ് KPC പ്രസിഡന്റ് വിളിച്ച് അദ്ദേഹത്തോട് ശകാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ അദ്ദേഹം ഒരു അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുത്തു. റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ KPCC പ്രസിഡന്റ് എനിക്കൊരു കത്ത് നൽകിയിട്ടുണ്ട്. KPCC പ്രസിഡൻ്റാണ് എനിക്ക് കത്ത് നൽകി. ആ കത്തിനെ പോലും മാനിക്കാതെ പിന്നെയും പരാതി കൊടുക്കുന്നവരെ ആരാണ് നിയന്ത്രിക്കേണ്ടത്? കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അന്വേഷണം നടത്തി എനിക്ക് നൽകുന്ന കത്ത്, ആ കത്തിന് ശേഷം പിന്നെ എനിക്കെതിരെ ആരോപണം കൊടുക്കുന്നത് കോൺഗ്രസ്സാണ്. ഇപ്പോൾ ഈ വീണ്ടും INTUC സംസ്ഥാന ജനറൽ സെക്രട്ടറി VJ ജോസഫ് കൊല്ലത്ത് വന്ന് കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദിന് കത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആരെങ്കിലുമാണ് ഈ ആരോപണം ഉന്നയിക്കുന്നതെങ്കിൽ ശക്തമായ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോഴാണ് പഞ്ചായത്ത് ഇലക്ഷനൊക്കെ വന്ന് എന്താ സംഭവിക്കുന്നത് എനിക്ക് അറിഞ്ഞു. ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഞാൻ എന്തിനാണ് സൂചിപ്പിക്കുന്നത് വെച്ചാൽ എൻ്റെ എപ്പോഴും നിലപാട് ആരെങ്കിലും ഒരു സ്ഥാനത്തേക്ക് MLA ആയോ പഞ്ചായത്ത് മെമ്പറായോ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടോ പാർട്ടി നിയമിക്കുന്ന ഒരാളിനെ കുറിച്ച് എന്താരോപണം വന്നാലും ആരോപണത്തെക്കുറിച്ച് നിയമിക്കുന്ന പാർട്ടിയാണ് അന്വേഷിക്കേണ്ടത് ആദ്യം. അല്ലാതെ പിന്നെ എന്താ അദ്ദേഹത്തിനെ വഴിയാധാരമാക്കി വിട്ടുകൊടുക്കുക എന്നുള്ളതല്ല. ആണോ? അത് ഞാൻ ഇപ്പോഴും ആവർത്തിക്കുന്നു. ഞാൻ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും കുറ്റകരമായ നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പാർട്ടിയാണ് അന്വേഷിച്ച് എന്നെ ശിക്ഷിക്കേണ്ടത്. നിയമപരമായി പോലീസ് CBI അതൊക്കെ അന്വേഷിക്കട്ടെ, അതൊന്നും വിരോധമില്ല. പക്ഷേ എൻ്റെ പാർട്ടിയല്ലേ അന്വേഷിക്കേണ്ടത്. എൻ്റെ പാർട്ടി അന്വേഷിച്ചിട്ട് എൻ്റെ KPCC പ്രസിഡന്റ് പറയുകയാണ് കുറ്റം ചെയ്തിട്ടില്ല, പിന്നെ ഒരു പരാതി പറഞ്ഞാൽ അദ്ദേഹത്തിനെ എന്ത് ചെയ്യണം? അല്ല, പാർട്ടിക്കുള്ളിൽ നിന്ന് പരാതിയുടെ ആവശ്യമില്ലല്ലോ. പാർട്ടിക്കുള്ളിൽ നിന്ന് പിന്നെ പരാതി ഉണ്ടാകരുത് എന്നുള്ളതാണ്. അതാണ് നിയമപരമായ അന്വേഷണത്തിന് അതിന് വഴിക്ക് പോട്ടെ. അന്വേഷണം നമ്മൾ ഭയപ്പെടുന്നില്ല, നേരിടും. കാരണം മടി കനമുണ്ടെങ്കിലേ വഴി പേടിക്കേണ്ട കാര്യമുള്ളൂ. അത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.
ഞാൻ അതിനകത്തൊന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് യാതൊരു സങ്കോചവുമില്ല. ഇനി അതിൻ്റെ പേരിൽ എന്ത് വന്നാലും അത് നല്ല സുസ്മേരവദനായിട്ട് അത് സ്വീകരിക്കുകയും ചെയ്യും. എന്താണ് ഇതിൻ്റെ പിന്നിലെന്ന് ആരെങ്കിലുമൊക്കെ അന്വേഷിക്കണ്ടേ? വ്യക്തമായ ബോധ്യം ആർ ചന്ദ്രശേഖരനുണ്ട് ആരാണ് പാളയത്തിൽ പടയൊരുക്കിയത് എന്നുള്ളത്. അങ്ങനൊന്നും ഞാനൊരു ഗൂഢാലോചനയൊന്നും ഇതിൽ കാണുന്നില്ല. INTUC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒരാളെ മാറ്റി, എന്നാൽ പിന്നെ ചന്ദ്രശേഖരനെതിരെ പണിഞ്ഞേക്കാമെന്ന് വിചാരിച്ചു. അതേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ കാര്യം. ഞാനത് എൻ്റെ പ്രവർത്തനത്തിന് വിട്ടുകൊടുക്കുകയാണ്. എൻ്റെ കർമ്മശേഷി അല്ലെങ്കിൽ എൻ്റെ പ്രവർത്തനശേഷി അത് കമ്പയർ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. രോഹിത് തന്നെ വിളിക്കുക, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ എന്ത് ചെയ്തു എന്ന് അദ്ദേഹത്തിനോട് ചോദിക്കുക. എൻ്റെ കാലഘട്ടത്തിൽ INTUCക്ക് വേണ്ടി കേരള സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടിയോ നാഷണൽ INTUCക്ക് വേണ്ടിയോ ഞാൻ എന്ത് ചെയ്തു എന്നുള്ളത് എന്നോട് ചോദിക്കുക. എന്നിട്ട് യു ഡിസൈഡ്, നിങ്ങൾ ആലോചിക്കുക. അല്ലാതെ ഒന്നും ആരും അന്വേഷിക്കാതെ ഏതെങ്കിലും ഒരു പത്രലേഖകൻ വായി വരുന്ന എല്ലാം എഴുതി വിട്ട് കഴിഞ്ഞാൽ അത് റെഡ് ബാനർ ഹെഡിങ്ങിൽ അടിച്ചു വിട്ട് അത് ജുഡീഷ്യറിയെ പോലും സ്വാധീനിക്കാൻ ശ്രമിച്ചാൽ എന്നെപ്പോലെ പാവപ്പെട്ടവനോട് അങ്ങനെ യുദ്ധം ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? ഓക്കെ, ഈ CITU എപ്പോഴും CPMൻ്റെ കരുത്താണ് എന്ന് പറയാറുണ്ട്. പക്ഷേ INTUC എപ്പോഴും കോൺഗ്രസിൻ്റെ കരുത്താകാറില്ല. INTUC വേറൊരു വഴിക്ക്, കോൺഗ്രസ് മറ്റൊരു വഴിക്ക്. അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ അതൊരു നല്ല ചോദ്യമാണ്. ഇതുവരെ അങ്ങനെ ആരും ചോദിക്കാത്തൊരു ചോദ്യമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച തൊഴിലാളി സംഘടനയാണ് INTUC. ആദ്യം കോൺഗ്രസ് മഹാത്മാഗാന്ധി അടക്കമുള്ളവർ മുൻകൈയെടുത്ത് രൂപീകരിച്ചതാണ് AITUC. ഇന്ന് CPIയുടെ കയ്യിലുള്ള സംഘടന 1920-21 കാലഘട്ടത്തിൽ രൂപീകരിച്ചതാണ്. ക്വിറ്റ് ഇന്ത്യ സമരം കൊടുമ്പിരി കൊണ്ടപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെല്ലാവരും ജയിലിലായി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഒറ്റുകൊടുത്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ബ്രിട്ടീഷുകാരുടെ ഒപ്പം ചേർന്ന് നിന്നു. അവർ പുറത്ത് സന്തോഷമായിട്ട് നടക്കുകയാണ്. ആ സമയത്താണ് AITUCയെ CPI അന്നത്തെ CPI മാത്രമേ ഉള്ളൂ, CPM ഇല്ലല്ലോ, CPIയുടെ സംഘടനയാക്കി മാറ്റാൻ അവർ ശ്രമിച്ചു. അതിന് ബ്രിട്ടീഷുകാരുടെ സഹായവും കിട്ടി. അതാണ് കോൺഗ്രസ്സുകാരെല്ലാം ജയിലിൽ നിന്ന് വന്നു, സ്വാതന്ത്ര്യം കിട്ടുന്നു, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിൻ്റെ അന്തരീക്ഷം വരുന്നു. അപ്പം ഗാന്ധിജി പറഞ്ഞു രാജ്യത്തിൻ്റെ തൊഴിൽ മേഖല എന്ന് പറയുന്നതാണ് ഏറ്റവും ശക്തമായ മേഖല. കാരണം മഹാത്മാഗാന്ധി ഫോക്കസ് ചെയ്തിട്ടുള്ള മേഖലയാണ് തൊഴിലാളി മേഖല. ബീഹാറിലെ ചമ്പാരനിൽ നീലം കർഷകരുടെയും തൊഴിലാളികളുടെയും ആ ഒരു പ്രക്ഷോഭത്തിലേക്കാണ് മഹാത്മാഗാന്ധി ആദ്യമായി ചെല്ലുന്നത്. ചരിത്രമാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അടക്കമുള്ളവർ എഴുതി വച്ചിട്ടുള്ള പുസ്തകങ്ങളാണ് പറയുന്നത്. അത് കഴിഞ്ഞ് അഹമ്മദാബാദിലെ ടെക്സ്റ്റൈൽ തൊഴിലാളികളുടെ സംഘടിപ്പിക്കാനാണ് ഗാന്ധിജി പോകുന്നത്. ഗാന്ധിജിയാണ് പ്രസിഡൻ്റായ ഒരു സംഘടന രൂപീകരിക്കുന്നത്. അപ്പോൾ മഹാത്മാഗാന്ധിയാണ് ഇന്ത്യയിലെ അറിയപ്പെടുന്നത്. അതിനുമുമ്പ് ഒരുപാട് ട്രേഡ് യൂണിയനുകൾ ഉണ്ടായിട്ടുണ്ട്, 1850 ഒക്കെ ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ വേറെ. പക്ഷേ ഗാന്ധിയാണ്, മഹാത്മാഗാന്ധിയാണ് ഇന്ത്യയിൽ നാം ഇന്ന് കാണുന്ന തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ നേതാവായി കാണുന്നത്. ആ ഗാന്ധിജി രൂപീകരിച്ച പ്രസ്ഥാനത്തിൻ്റെ പേരാണ് ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്. അതിലേക്ക് ആചാര്യ കൃപലാനി ആയാലും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയാലും ഒക്കെ ഇതിൻ്റെ അധ്യക്ഷന്മാരായിരുന്നിട്ട് VV ഗിരി അടക്കമുള്ളവർ. അപ്പോൾ ഇതിൻ്റെ അധ്യക്ഷന്മാരായി വരുന്നവർ പ്രത്യേകമായി നിന്നാൽ മതി എന്ന് തീരുമാനിച്ചത് മഹാത്മാഗാന്ധി, ഞാനല്ല. ഞാനൊന്നും ജനിച്ചിട്ട് പോലുമില്ല. അപ്പോൾ ഗാന്ധിജി എന്തിനാണ് അങ്ങനെ തീരുമാനിച്ചത്? അതൊരു പ്രധാനപ്പെട്ട റിസർച്ച് വിഷയമാണ്. അത് എനിക്ക് ഇനി അങ്ങനെ ഒരു താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ. പക്ഷേ ILOയിലും ഐക്യരാഷ്ട്രസഭയിലും ഒക്കെ ഞാനിത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഗാന്ധിജി എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടത്തിയ ഇന്ത്യയിലെ ജനങ്ങൾ മൊത്തമാണ്. കുറച്ച് പേര് കമ്മ്യൂണിസ്റ്റുകാരും കുറച്ച് പേര് ബ്രിട്ടീഷിനെ സഹായിക്കുന്ന ഹിന്ദു വർഗീയവാദികളും ഒക്കെ ആയിട്ട് അങ്ങനെ മാറി എന്നുള്ളതല്ലാണ്ട് ബഹുഭൂരിപക്ഷം ഇന്ത്യൻ ജനത സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരാണ്. ലക്ഷക്കണക്കിന് ആളുകൾ വെടിയേറ്റ് വീണും ലാത്തി കൊണ്ടും ജയിലിൽ കിടന്നും മരിച്ചവരാണ്. അപ്പോൾ ആ ഗവൺമെൻറ് വരുമ്പോൾ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ മുടങ്ങിപ്പോകാൻ പാടില്ല. അപ്പോൾ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യുന്ന പാർലമെൻറ്റിൽ ഇന്ത്യയിലെ പണക്കാരുടെ പ്രതിനിധികളും വരും. കോൺഗ്രസിനകത്ത് എല്ലാവരുമുണ്ട്. പണമുള്ളവരുണ്ട്, പണമില്ലാത്തവരുണ്ട്, പാവങ്ങളുണ്ട്, തൊഴിലാളികളുണ്ട്, കർഷകരുണ്ട്, എല്ലാം ചേർന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതുകൊണ്ട് ആ പാർലമെൻറ്റിനകത്ത് തൊഴിലാളിക്ക് ദോഷകരമായ തീരുമാനങ്ങൾ ഉണ്ടായാൽ ആ ഗവൺമെൻറ്റിനെതിരെ സമരം ചെയ്യാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സംഘടന ഉണ്ടാവണം. ഇതാണ് ഗാന്ധിജി. എത്ര വിശാലമായൊരു ലക്ഷ്യമാണെന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ ഇതൊന്നും പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആർക്കും മനസ്സിലാവത്തില്ല. അങ്ങനെ ഗാന്ധിജി തീരുമാനിച്ചതാണ് INTUC ഈസ് ആൻ ഓർഗനൈസേഷൻ ഫോർ ദി പുവർ പീപ്പിൾ, ലേബേഴ്സ് ഓഫ് ഇന്ത്യ. അവർ അവരുടെ സ്വാതന്ത്ര്യത്തോടു കൂടി പെരുമാറണം.
കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് ആണെങ്കിൽ പോലും. അങ്ങനെയാണ് INTUCയുടെ പ്രത്യേകമായി ഇന്ന് ഏത് ഗവൺമെൻറ് ആയാലും ആ ഗവൺമെൻറ്റിനെതിരെ തൊഴിലാളി വിരുദ്ധ നിലപാടെടുത്താൽ ചോദ്യം ചെയ്യാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ല, അത് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് INTUCയുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറഞ്ഞത്. പക്ഷേ കാലക്രമേണ കാര്യങ്ങൾ മാറുന്നു. INTUC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് AICC പ്രഖ്യാപിച്ച അതിൻ്റെ ഫ്രണ്ടൽ ഓർഗനൈസേഷനിൽ 4ാം സ്ഥാനത്ത് INTUC ആണ്. എന്താ കാര്യം? 1 കോൺഗ്രസിൻ്റെ സേവാദൾ, 2 ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ്, 3 മഹിളാ കോൺഗ്രസ്, 4 INTUC, 5 NSUI. ഇതാണ് 5 സംഘടനകളെ ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഒക്കെയാണ്. ഈ 5 പോഷക സംഘടനകൾ കാലക്രമേണ കാലം മാറുന്നതനുസരിച്ച് സ്വതന്ത്രമായി ട്രേഡ് യൂണിയൻ നിൽക്കണമെന്നുണ്ടായിരുന്നൊരു സാഹചര്യം മാറി. അന്ന് ഞാൻ ഇപ്പോഴും ഞാനതിൽ യൂത്ത് വിങ്ങിൻ്റെ അതിൻ്റെ യങ് വർക്കേഴ്സ് കൗൺസിലിൽ ലോകവ്യാപകമായ സംഘടനയുടെ പോർച്ചുഗീസിൽ ലിസ്ബണി വെച്ച് മത്സരിച്ച് ജയിച്ചു വന്ന ആളാണ്.